ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്, പക്ഷെ ഞാൻ രാവിലെ വ്ളോഗൊന്നും ചെയ്തില്ല. ഇന്ന് എന്തെനിക്ക് വലിയ മൂടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ബാംഗ്ലൂർ പാലസ് വരെ പോകാമെന്ന്. ഞങ്ങൾ കോവിഡ് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ ഇടയ്ക്കൊന്ന് പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പാലസിലേക്കൊന്നും പോയിട്ടില്ല. അപ്പം വിചാരിച്ചു ഇന്ന് ബാംഗ്ലൂർ പാലസ് വരെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ആ സമയത്ത് ഇച്ചിരി സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കോവിഡിൻ്റെ ടൈമിൽ പോയപ്പോഴത്തേനും. ഇപ്പം അറിയത്തില്ല എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ബാൽഭവനിൽ പോയ പോലെ ആവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, തിരക്കാവുമോ എന്ന്. ഇപ്പോൾ ഒരു 2-2:30 ആയിട്ടുണ്ട്. ബാംഗ്ലൂർ പാലസിലേക്ക് ഇവിടുന്ന് വലിയ ദൂരം ഇല്ല, ആക്ച്വലി ഒരു 10-12 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പം അവിടെ ഒന്ന് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പാലസിലെത്തി. നല്ല ബ്ലോക്കും നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൂരം കുറവായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന്. അതുകൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയ കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, നമുക്ക് എവിടെയെങ്കിലും ചെന്നിരുന്ന് സംസാരിക്കാം. അവിടെ തണലുണ്ട്. ആൾക്കാർ വന്നിരിക്കുന്നതിന് മുമ്പേ അവിടെ വന്നിരിക്കും. അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേനും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും ഇപ്പോൾ ഇവിടെ അലോ ചെയ്യുന്നില്ല. ഞങ്ങൾ ആ കോവിഡ് കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇതിനകത്ത് കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അന്ന് ഈ യൂട്യൂബും കാര്യങ്ങളും ഒന്നും ഇങ്ങനെ വ്ളോഗൊന്നും ചെയ്യാത്തത് കൊണ്ട് അങ്ങനെയല്ലായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഒക്കെ കിടപ്പുണ്ട്, നമ്മളെടുത്ത ഫോട്ടോസ്. പക്ഷേ ഇപ്പം ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കിനും അവരൊന്നും അലോ ചെയ്യുന്നില്ല. ഒരാൾക്ക് 270 രൂപയാണ്. പക്ഷെ അതിനുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഇതിനകത്തില്ല, ഇല്ലേ? മൈസൂർ പാലസിൽ പോകണം, കാണാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മൈസൂർ പാലസിൽ പോകണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെടികളോ പച്ചച്ചി അത് ആർട്ടിഫിഷ്യൽ ഒന്നുമല്ല, അതുള്ളതാ. ഞാൻ മുമ്പേ ഇറങ്ങിയപ്പം നോക്കിയായിരുന്നു. ഇതിന്റെ പുറത്തെല്ലാം നമുക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാം കേട്ടോ. ഇവിടെ ഒരു ഗാർഡൻ പോലെ ഉണ്ട്, എന്താ പറയുന്നത്, കുറച്ച് ഏരിയ ഗാർഡൻ പോലെ. അവിടെ വന്ന് ഇരിക്കുകയും ഫോട്ടോയും വീഡിയോയും പുറം ഭാഗമൊക്കെ എടുക്കാം. പക്ഷെ അകത്തൊന്നും സമ്മതിക്കത്തില്ല. ഞങ്ങൾ വിചാരിച്ചു അന്നത്തെ ഒരു ഓർമ്മയിലാണ് വന്നത്. അപ്പം വിചാരിച്ച അകത്തേക്ക് കുറച്ചൊക്കെ കാണാനുണ്ട്. അപ്പം ഒത്തിരി കാണാനില്ലെന്നല്ല, കുറച്ചൊക്കെ കാണാനുണ്ട്. അതൊക്കെ ചുമ്മാ എടുക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതെടുക്കാൻ പറ്റത്തില്ല. ചരിത്രം ശരി, ഓഡിയോ ടൂറൊക്കെ ഉണ്ട്. ശരി, കുറെ പേര് ഫോറിനേഴ്സിന് പ്രത്യേകം പൈസയാണ്. ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് വന്ന് ഓഡിയോ ടൂറൊക്കെ ഉണ്ട്, അതൊക്കെ കേട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. ഇത് നല്ല രസമുണ്ട്, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ കുറെ നേരം അവരൊന്ന് ഫോട്ടോ എടുക്കുന്നു, നമുക്കൊരു അവസരം കിട്ടുന്നില്ല ഫോട്ടോ എടുക്കാനൊന്നും.
അങ്ങനെ ഞങ്ങൾ ഈ ആഴ്ചയും വിജയകരമായി പരാജയപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ബാർബോവിനിൽ പോയി പരാജയപ്പെട്ടു. ഈ ആഴ്ച ഞങ്ങൾ ബാംഗ്ലൂർ പാലസിൽ പോയി പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചു പോവാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. തിരിച്ച് നമുക്ക് പോയി ചായ കുടിക്കാം. വീട്ടിൽ ചെന്ന് ചായ കുടിക്കാനുള്ള സമയമായോ? അല്ല, സാധനം നമുക്ക് പിന്നെ മേടിക്കാം. ഹായ്, ഞങ്ങൾ പോയിട്ടൊക്കെ വന്ന് ഇപ്പം ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ പാലസ് ആക്ച്വലി ഞാൻ അകത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. ഞങ്ങൾക്ക് അന്ന് പറ്റിയിരുന്നു, അതുകൊണ്ടാണ് പോയത്, അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പം ഇത്തവണയും ഞങ്ങൾ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ ബാലഭവനിൽ പോയപ്പം തിരക്ക് കാരണം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഇത്തവണ തിരക്കല്ല, ഇത്തവണ അബദ്ധം വെച്ചു. ഇത്തവണ ഞങ്ങൾക്ക് അബദ്ധം പറ്റി. അതുകൊണ്ട് അങ്ങനെ 270 രൂപയൊക്കെ ഇച്ചിരി അതിനകത്ത് കാണാനൊന്നുമില്ല. ആക്ച്വലി മൈസൂർ പാലസിൽ പോയ ഒരാൾക്ക് 100 രൂപയേ ഉള്ളൂ. പക്ഷെ അത് കാണാനുണ്ട്. പുറത്താണേലും അകത്താണേലും അത് കഴിഞ്ഞുള്ള ലൈറ്റിംഗ് ആണേലും എന്താ പറയുക, ഭയങ്കര ഒരു ഭംഗിയാണ് മൈസൂർ പാലസ്. ഇത് പക്ഷെ മൈസൂർ പാലസിൽ അത്രയും വലിപ്പവും ഇല്ല. ഇതെനിക്ക് തോന്നുന്നു ഇവരുടെ സമ്മർ പാലസ് അങ്ങനെ എന്തോ, ഞാനൊന്നും അതിൻ്റെ ഹിസ്റ്ററി ഒന്നും നോക്കിയിട്ടില്ല. ഈ മൈസൂർ രാജാക്കന്മാരുടെ ഒരു ഇതുപോലെ കണ്ട സമ്മർ പാലസ് പോലെ കണ്ടാണെന്ന് തോന്നുന്നു ഈ ബാംഗ്ലൂരെ പാലസ്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങൾക്കിനി പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനും സാധാരണ എല്ലാ വീക്കെൻഡിലുള്ള പോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. കുറച്ച് കഴിഞ്ഞൊരു സന്ധ്യയ്ക്ക് 6 അതിന് വേണ്ടിയിട്ട് പോകണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് രാവിലെ തൊട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇന്ന് അപ്പവും ഒരു പൊട്ടറ്റോ സ്റ്റൂവും വെച്ചായിരുന്നു. ഒരു പൊട്ടറ്റോ സ്റ്റൂ എന്നല്ല, പൊട്ടറ്റോ കൊണ്ടൊരു മസാലക്കറി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സ്റ്റൂ രീതിയിലല്ല അത് വെച്ചത്. അതെന്താ ഒരു ചിക്കൻ കറി രീതിയിൽ ആണ് ഞാനത് വെച്ചത്. ഏകദേശം ഒരു ചിക്കൻ കറി, തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി രീതിയിലാണ് വെച്ചത്. അതിൻ്റെ പക്ഷേ ആദ്യം ഇന്ന് രാവിലെ തൊട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ആയപ്പോഴത്തേനും എനിക്ക് എന്തോ ഒരു മടിവ് കറി വന്നു. രാവിലെ തന്നെ എനിക്ക് കുളിക്കാനൊക്കെ തോന്നി. അപ്പം ഞാൻ അതിൻ്റെ പുറകിലൊക്കെ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഒരു സ്റ്റൂ അല്ല, ഒരു പൊട്ടറ്റോ മസാലക്കറിയുടെ ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഷോർട്സായിട്ട് ഞാൻ എടുത്ത് അങ്ങ് അവസാനിച്ചു. അപ്പം ഒരു പൊട്ടറ്റോ കറിയായിരുന്നു, ഒരു മസാലക്കറി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയും ആ കറി തന്നെ ബാക്കി ഇരിപ്പുണ്ട്. രാത്രിയിൽ ചിലപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും. ഒരപ്പത്തിൻ്റെ വല്ല മാവിരിപ്പുണ്ട്, അത് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും.
ഞാൻ ഈസ്റ്റ് ഇല്ലാതാണ് ഇപ്പം അപ്പം അരയ്ക്കുന്നത്. ഇപ്പം പിന്നെ ചൂടും കൂടെ തണുപ്പ് മാറിയോണ്ട് നന്നായിട്ട് വരികയും ചെയ്യും അപ്പം. ഇപ്പം വിത്തൗട്ട് ഈസ്റ്റ് അപ്പമാണ്. വിത്തൗട്ട് ഈസ്റ്റ് ഇല്ലാതെ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് ഇട്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അതിപ്പം ഞാൻ രണ്ടാമത്തെയോ മൂന്നാമത്തെ തവണ ചെയ്യാൻ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളെന്ന് തോന്നുന്നു ഇതുവരെ. അപ്പം ഇനി ചായ വെച്ചിട്ട് കാണാം. പിന്നെ ഞങ്ങൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേനും പുറത്തു പോവാം, സാധനമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഉച്ച സമയത്തൊക്കെ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നാൽ ഭയങ്കര ചൂട് നമുക്ക് കൂടും വീട്ടിനകത്ത് ഇരിക്കുന്നതിനേക്കാട്ടിലും. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ചു. കൊള്ളാമോ? മധുരം ഉണ്ടോ? അപ്പം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും, മിക്കവാറും പോകുന്ന സ്ഥലം തന്നെയാണ്. എപ്പോഴും ഞാനിങ്ങനെ പോകുന്ന എടുക്കും, പക്ഷെ അതിനകത്തെ ഒന്നും എനിക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ എപ്പോഴും തിരക്കായിരിക്കും. അങ്ങനെ അതെടുത്തു. പിന്നെന്താണ്, ഇനിയിപ്പം ഡിന്നറിൻ്റെ കാര്യങ്ങളാണ് ഇന്ന്. ഡിന്നർ പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ചു. ഡിന്നർ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ പൊട്ടറ്റോ ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെന്ന്, അത് ഞാൻ ചൂടാക്കി എടുക്കും. പിന്നെ ചപ്പാത്തി ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം. പിന്നെ 2 കഷ്ണം മീൻ ഇരിപ്പുണ്ട്, അതങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉച്ചയ്ക്ക് പെരട്ടി വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് അതെല്ലാം കൂടെ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തിയും ഈ പൊട്ടറ്റോ മസാലക്കറിയും ഫിഷ് ഫ്രൈയും. ചുമ്മാ നോണൊക്കെ കഴിക്കുന്നവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഫിഷ് ഫ്രൈ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഈ ആഴ്ച ചിക്കനൊന്നും വാങ്ങിക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ചയൊക്കെ വാങ്ങിച്ചുകൊണ്ട്. നാളെ ഇനി ഞാൻ വേറെ ലഞ്ചാണ്. അപ്പം ഈ ഫിഷ് ഫ്രൈ അതിൻ്റെ കൂടെ ചേരത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് ഇപ്പോൾ രാത്രിയിലെടുത്ത് ഫിഷ് അങ്ങ് തീർക്കാം. നാളെ ഫുൾ വെജിറ്റേറിയൻ ലഞ്ചാണ്. എഗ്ഗ് കഴിക്കും, അതല്ലാതെ നാളെ എല്ലാം വെജാണ്. അപ്പം ഇന്ന് ഞാനങ്ങ് മീനും മീൻ വറുത്തൊക്കെ കൂട്ടി ഒരു ലഞ്ച് അങ്ങ് ഉണ്ടാക്കാം. ഇപ്പം ചപ്പാത്തി മാത്രം എനിക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് വേഗം ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇത് എല്ലാം റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചപ്പാത്തി വരണം. കുറച്ച് സമയം ലേറ്റ് ആയിപ്പോയി. പിന്നെ നല്ല വലിയ 2 കരിക്കായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ആ കരിക്കും അതിനകത്തെ സാധനവും തിന്നപ്പോൾ തന്നെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമുക്ക് വേഗന്ന് പരിപാടികൾ തീർക്കണം. എനിക്കിനി പച്ചക്കറി കുറേയൊക്കെ അടുക്കാനും പിന്നെ ഗ്രോസറി വാങ്ങിച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് നിറച്ച് വെക്കാനും ഒക്കെ ഉണ്ട്. അതെല്ലാം ചെയ്തിട്ട് വേണം കിടക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം അവിടെ ഇരുന്ന് പിന്നെ നമുക്കങ്ങ് മടി കൂടും. ഇത് ജസ്റ്റ് ഇനി ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഒരുമിപ്പിച്ചാൽ മാത്രം മതി. അല്ലാതെ എല്ലാ പരിപാടി ജസ്റ്റ് അതൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. കുഴച്ച് മീൻസ് ഒത്തിരി കുഴക്കണ്ട. ഇന്ന് ഞാൻ ചീരയും കൂടെ വാങ്ങിച്ച് അരിഞ്ഞ്. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ല. ആക്ച്വലി എനിക്ക് സ്പ്രിംഗ് ഒനിയൻ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു നാളെ ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നാളെ ഇനിയിപ്പോൾ അതില്ലാതെ ഉണ്ടാക്കാം. ഇന്നല്ലെങ്കിലും മൊത്തത്തിലൊരു അമാന്തം ആയിരുന്നു എനിക്ക് രാവിലെ. ഇന്നെനിക്ക് രാവിലെ എണീറ്റപ്പോൾ തന്നെ എന്താ പറയുന്നത്, എനിക്ക് കുളിക്കാൻ തോന്നി. പല്ല് തേച്ചു, കുളിച്ചു, രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങ് നടത്തി. പിന്നെ സാധാരണ അങ്ങനെ എണീക്കുമ്പോഴൊന്നും എനിക്ക് കുളിക്കാൻ തോന്നാത്തതാണ്. പിന്നെ ഇന്നെന്താ, രാവിലെ ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. രാവിലെ അപ്പവും പൊട്ടറ്റോ മസാലക്കറിയായിരുന്നു.
കുളിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എന്തോ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ആ കറിയുടെ മസാല നല്ല കറിയാണ്, എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും മിക്കവാറും. പിന്നെന്താ, അത് ഞാൻ ഷോർട്സ് ഇട്ടു. പിന്നെ ഉച്ചയ്ക്കൊന്നും ഞാൻ ചെയ്തില്ല. ആവോലിയായിരുന്നു മീൻ, അത് ഞാൻ വറുക്കുക ചെയ്തത്. പിന്നെന്തായിരുന്നു, പിന്നെ ചീരത്തോരനും പുളിശ്ശേരി, ഇത്രയും വെച്ച് ഉച്ചക്കത്തെ അവസാനിപ്പിച്ചു. മൊത്തത്തിൽ ഇന്നല്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ തീരുമാനിക്കുന്ന രീതിയിലൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ചെയ്യുന്ന എല്ലാം ഫ്ലോപ്പാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലെല്ലാം അങ്ങ് നല്ലതായിട്ട് പോകും. ചിലപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുന്ന അതിന് ഓപ്പോസിറ്റ് രീതിയിൽ. പിന്നെ അതും വിചാരിച്ച് ചെന്ന് നേരത്തെ ഞങ്ങൾ അതിനകത്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം അതവർക്ക് പറ്റത്തില്ല. അത് കുറച്ച് ബാംഗ്ലൂർ പാലസ് ഞങ്ങളെ സംബന്ധിച്ച് നോക്കും, മീൻസ് ഞങ്ങൾ അതിനകത്ത് കാണുന്ന കാഴ്ചകൾ വെച്ച് നോക്കുമ്പോൾ 270 രൂപയൊക്കെ കുറച്ച് കത്തിയാണ്. ഒരാൾക്ക് 270 രൂപ. ഫോറിനേഴ്സ് ആണെങ്കിൽ 500 രൂപ ഒരാൾക്ക്. ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ശ്രീഹരി പറഞ്ഞാൽ ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമുള്ളവരാണ് കൂടുതലും വന്ന്. അവിടെ ഓഡിയോ ഗൈഡുണ്ട്. നമുക്ക് എന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ ഓഡിയോ ഗൈഡ് സ്വീകരിക്കാം. അപ്പം ഓരോടത്ത് ചെല്ലുമ്പം അവർ ആ ഭാഗത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോകും. ഞങ്ങൾ ഓഡിയോ ഗൈഡ് ഒന്നും നോക്കിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം എന്ത് ചെയ്തു എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ അതിനകത്ത് കയറി ചെന്നെല്ലാം കണ്ടിട്ട് പോന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറിയെല്ലാം ചൂടാക്കണം. ഒരപ്പത്തിനുള്ള മാവിരിപ്പുണ്ട്. ഒരപ്പം ഞാൻ ഉണ്ടാക്കും. എനിക്കുണ്ടാക്കും ഞാൻ ആ ഒരപ്പം. എനിക്ക് അപ്പം ഇഷ്ടമാണ്. ഫുഡൊക്കെ എല്ലാം റെഡിയാക്കി. ഇനി കഴിച്ചാൽ മാത്രം മതി. ചപ്പാത്തിയും അപ്പം ചൂട്ടില്ല. ഒരപ്പത്തിനുള്ള മാവുണ്ട്, നമുക്കങ്ങ് ചുട്ടേക്കാം. ഹായ്. അപ്പോഴുണ്ടല്ലോ, ഇന്നിപ്പോൾ രാത്രി 11 മണിയായി. എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഡിന്നർ കഴിച്ചു, അടുക്കളയെല്ലാം ക്ലീനാക്കി. ഞാൻ പച്ചക്കറികളെല്ലാം അടുക്കി ഫ്രിഡ്ജിലാക്കി. ഇങ്ങനെയൊക്കെ ആക്കി വെക്കേണ്ടതെല്ലാം ആക്കി വെച്ചു. ഞാൻ എല്ലാ പ്രാവശ്യവും വീഡിയോ എടുക്കുമ്പം ഇങ്ങനെ വ്ലോഗ് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പം റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെ ഇപ്പം ഒരു റെസിപ്പി കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിക്കും. എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ചുമ്മാ ഇങ്ങനെ നമ്മൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്ന് കാണിക്കാതെ ഞാൻ എപ്പോഴും ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യാൻ ഒന്നുമില്ലേലും ചുമ്മാ ഇപ്പം നമ്മളിപ്പം ഒരു ട്രാവൽ ചെയ്ത് പോകുന്ന വ്ലോഗല്ല, നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുമ്പം റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഞാനൊരു ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം എൻ്റെ വ്യൂവേഴ്സ് എനിക്ക് എൻ്റെ വീഡിയോ ഇപ്പം കാണുന്നവർ ഞാൻ നോക്കിയിട്ട്
എല്ലാം ന്യൂ വ്യൂവേഴ്സാണ് കൂടുതലും. സബ്സ്ക്രൈബ് ചെയ്തവർ വളരെ കുറവ് ശതമാനം കാണുന്നുള്ളൂ. കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. ഇതുവരെ എൻ്റെ വീഡിയോ ആണെന്നാണ് എൻ്റെ ഞാൻ നോക്കുമ്പം, എൻ്റെ അനലറ്റിക്സ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പം അങ്ങനെ നോക്കുമ്പം എൻ്റെ നേരത്തെ ഉള്ള വീഡിയോകൾ കാണുന്നവർക്ക് ചിലപ്പം ഞാൻ റിപ്പീറ്റഡ് ആയിട്ടായിരിക്കും ഇടുന്നതെന്നുള്ള ഒരു ഇത് കാണും. പക്ഷെ കൂടുതലും എൻ്റെ വീഡിയോ ഇപ്പം ചെല്ലുന്നത് പുതിയ ആൾക്കാരുടെ ഇടയിലേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇനി കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ എപ്പോഴും ഒന്നും എനിക്ക് പുതിയതായിട്ടൊരു റെസിപ്പി കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണെങ്കിലും ഞാനൊരു റെസിപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു കാര്യമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാനത് പറയാൻ വന്നതിൻ്റെ റീസൺ അതാണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഫുൾ എന്താ പറയുന്നത്, ഇന്ന് ഫുൾ എൻ്റെ നമുക്ക് ചില ദിവസം അങ്ങനെയല്ലേ ഒന്നും നോക്കാത്തൊരു ദിവസം. രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ എനിക്ക് അങ്ങനെയാണ്. ഞാൻ ചെയ്യുന്നൊന്നും ശരിയാകുന്നില്ല, എല്ലാം കുളമാകുന്നു. മീൻസ് ഞാൻ ചെയ്യുന്ന ശരിയാവുന്നില്ലെന്നല്ല, ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ എന്താണെന്നറിയില്ല, രാവിലെ ഞാൻ ലോങ് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനത് പെട്ടെന്ന് ഷോർട്സിലേക്ക് മാറി. പിന്നെ ഞാൻ വിചാരിച്ചു, അപ്പോഴാണ് ബാംഗ്ലൂർ പാലസ് എന്നുള്ളൊരു തീരുമാനം വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ബാംഗ്ലൂർ പാലസ് എടുക്കണം. അവിടെ ചെന്നപ്പോഴത്തേനും ബാംഗ്ലൂർ പാലസ് എല്ലാം അകത്തൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ റെസിപ്പി ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തത് വെറുതെ വേസ്റ്റ് ആയി പോകും. കാരണം ഇനിയിപ്പം നാളത്തേക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും ഉണ്ടാക്കി വെക്കാൻ ആക്ച്വലി ഇല്ല. ഫിഷ് ഇല്ല, നാളെ ഫുൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഇതാണ്. അപ്പം അങ്ങനെ ഒന്നും എനിക്ക് ഉണ്ടാക്കി വെക്കാനില്ല. രാവിലെ ആണെങ്കിലും ഞാൻ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് നാളെ രാവിലെ. വേറെ ഒന്നും, കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരുമാതിരി, ഇന്ന് അപ്പവും കിഴങ്ങ് കറിയും ഒക്കെ അല്ലായിരുന്നു. അപ്പം ഈ നാളെ ഒരു ദിവസം, പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറച്ച് കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയൊക്കെ ചിക്കൻ ഉപയോഗിച്ചു. അപ്പം ഈ ആഴ്ച ഞങ്ങൾ ചിക്കൻ മേടിക്കേണ്ടെന്ന് വിചാരിച്ചു, ഫിഷ് മതി. നാളെ പ്രത്യേകിച്ച് ഫിഷും വേണ്ട എന്നുള്ള ഇതിൽ വെജിറ്റേറിയൻ എന്തെങ്കിലും നല്ലതായിട്ട് ഉണ്ടാക്കാമെന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു വെക്കാനില്ല. അങ്ങനെ ഒന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടില്ല. മിക്കവാറും എൻ്റെ എല്ലാ വീഡിയോയിലും ഒരു മോരുകാച്ച് ഞാൻ റെസിപ്പി ആയിട്ട് ഒന്നും ഇല്ലെങ്കിലും അത് ഞാൻ കാണിക്കുന്ന വെച്ചാൽ, നമ്മളിപ്പം പുതിയൊരാൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അതൊരു ചിലപ്പോൾ അയാൾക്കത് യൂസ്ഫുൾ ആകുമോ എന്നുള്ള ധാരണയിലാണ് ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അതൊന്നും നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും വെജിറ്റബിൾ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുമ്പം കുറേ നാള് നമ്മുടെ ചില വെജിറ്റബിൾസ് കേടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. ആക്ച്വലി ഞാനൊന്നും പറയാമെന്ന് വിചാരിച്ചു, കാരണം പെട്ടെന്ന് എനിക്ക് ചെയ്ത് തീർക്കണമായിരുന്നു. ഫസ്റ്റ് ഞാൻ ഈ പറയുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു നല്ല ടിഷ്യൂ ഇട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ ഒപ്പുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ടവൽ, ഒരു വെള്ളം വലിച്ചെടുക്കുന്ന ടവലിട്ട് ഒപ്പി അതിൻ്റെ വെള്ളമയം അങ്ങ് കളഞ്ഞിട്ട്, നമ്മുടെ ഞെട്ടും കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒരു ഇതുപോലുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാറിനകത്ത് വെക്കുന്ന കുറച്ചുകൂടെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഗ്ലാസ് ജാറിനകത്ത് വെക്കാറില്ല. കാരണം നമ്മളിത് പെട്ടെന്ന്, ഞാൻ കുറച്ചല്ല ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അത് ഒരു 2 ആഴ്ചത്തേക്ക്, എനിക്ക് മിക്കവാറും ഒരു 2 ആഴ്ചത്തേക്ക് കാണും ഈ പച്ചമുളക്. ഇത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് നല്ലതായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച്
അടച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി അടുത്ത ആഴ്ച ഈ ആഴ്ച ഇപ്പം ഞാൻ ഇന്ന് ശനിയാഴ്ച വാങ്ങിച്ചു, അടുത്ത ശനിയാഴ്ച എനിക്ക് വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല. അതിൻ്റെ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും എനിക്ക് ഇത്രയും ഒരു കാര്യം തീരത്തുള്ളൂ. അപ്പം ഇത് നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഈ വറ്റൽമുളകിൻ്റെ ഒരു കേസാണ്. വറ്റൽമുളക് എപ്പോഴും എൻ്റെയൊക്കെ വീട്ടിലാണേലും എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ പാത്രത്തിനകത്തിട്ട് പുറത്താണ് വെക്കുന്നത്. പക്ഷെ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടാണ് ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഇതിങ്ങനെ നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൂപ്പൽ പിടിക്കുക ഒന്നും ചെയ്യത്തില്ല. പൂപ്പൽ പിടിക്കുക, കേടാകുക. എനിക്കൊക്കെ വറ്റൽമുളക് ഇതിപ്പോൾ തീർന്നു, ഞാൻ അടുത്തത് വാങ്ങിച്ചെങ്കിൽ ഞാൻ തീർന്നു കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കുന്നുള്ളൂ ആ ഒരു കവറ്. എനിക്കൊക്കെ ഒരു പാക്കറ്റ് ഇതുപോലെ വറ്റൽമുളക് ഉണക്കമുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത് കുറേ നാളത്തേക്കുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. കടുക് വറക്കാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ വറ്റൽമുളക് അരച്ച പരിപാടികൾ വളരെ കുറവാണ് ചെയ്യുന്നത്. ഞാൻ അതിങ്ങനെ ഫ്രിഡ്ജിനകത്ത് ഇട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട്, ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഒരിക്കലും അത് പൂപ്പൽ പിടിക്കുക ഒന്നും ചെയ്യത്തില്ല. പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത്, അടുത്തെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് കണ്ടോ, ഞാൻ വെള്ളത്തിനകത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇങ്ങനെ വെള്ളത്തിനകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ഫ്രഷ് ആയിട്ടിരിക്കും. ഇട്ട് വെച്ചിരിക്കുന്നവർക്കറിയാം. ക്യാരറ്റ് ഇപ്പം ഞാൻ ക്യാരറ്റ് തോരൻ വെക്കത്തില്ല, പക്ഷെ ക്യാരറ്റ് സാലഡായിട്ട് എടുക്കും. അതിനാണ് ഞങ്ങൾ കൂടുതലും ക്യാരറ്റ് മേടിക്കുന്നത്. ക്യാരറ്റ് ചുമ്മാ സാലഡ്, കുക്കുംബറും ക്യാരറ്റും കൂടെ അരിഞ്ഞു കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സഡ് തോരൻ വെക്കുമ്പോൾ ഉപയോഗിക്കും. പിന്നെ സാമ്പാറിനകത്ത് അല്ലെങ്കിൽ അവിയലിനകത്ത് അങ്ങനെയൊക്കെ. അപ്പം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണങ്ങി, ഇത് നമ്മൾ വെള്ളത്തിലിടാതെ ചുമ്മാ നമ്മുടെ ഒരു ട്രേക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ ഉണങ്ങി വാടി അങ്ങ് പോകത്തില്ലേ. പക്ഷേ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം ഇതുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇതുപോലെ തന്നെ. ഇപ്പം നേരത്തെ ഞാൻ കറിവേപ്പില കഴുകാതായിരുന്നു ഇങ്ങനെ ടിഷ്യൂലിട്ട് വെക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ കറിവേപ്പില ചെയ്യുന്നത് കഴുകിയിട്ട് വെള്ളം, ഈ ചീരയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, വെള്ളം തോരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇത് കഴുകി വൃത്തിയാക്കി. ഞാൻ ഇതളടക്കത്തില്ല, ഇതുപോലെ തണ്ട് കാണും. തണ്ടേന്നും കൂടെ വിട്ടാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ നാളിരിക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇടിയിച്ച് ഇങ്ങനെ നല്ലപോലെ ഉണക്കി വെച്ച്, മീൻസ് തോർത്തി വെള്ളമയമൊക്കെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നാളിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ മുകളിലൊരു ടിഷ്യൂ ഇട്ടു, ഇടയ്ക്ക് ഇത് വെച്ചു, പിന്നെ മുകളിലൊരു ടിഷ്യൂ വെച്ചു. ഒരാഴ്ച എന്തായാലും ഇരിക്കും. കാരണം ഇത്ര ഞാൻ വാങ്ങിക്കത്തുള്ളൂ. ഞാനൊരു അവിടെ നിന്ന് മേടിക്കുമ്പോൾ ഒരു കെട്ട് 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം അതിനെന്തായാലും ഇത് എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളതേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ. ഒരാഴ്ച എന്തായാലും നല്ലതായിട്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സൂക്ഷിച്ചു വെക്കാറ്. പിന്നെ തക്കാളിയൊക്കെ പിന്നെ ഇതുപോലൊരു പാത്രത്തിനകത്ത് തന്നെ ഞാൻ തക്കാളി വെക്കും. പിന്നെ അങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ പച്ചക്കറികളല്ലേ. ബാക്കി ഇനി ഞാൻ പിന്നെ വാങ്ങിച്ചിരിക്കുന്ന വാഴപ്പിണ്ടി, വെള്ളരിക്ക. വാഴപ്പിണ്ടി ഞാൻ ഇന്നും നാളെ എടുക്കത്തില്ല, നാളെ ഞാനത് അരിഞ്ഞു വെക്കും. അങ്ങനെ. അപ്പം ഇതെങ്കിലും ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ട് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. എനിക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തത് ഇങ്ങനെ മാറ്റി ഞാൻ മുമ്പേ ഇരുന്ന് ഇതിൻ്റെ ഒരു എൻ ക്ലിപ്പ് പറയുന്നതിന് മുമ്പേ ഞാൻ ഇന്നത്തെ ഫുട്ടേജസ് എല്ലാം നോക്കിയപ്പോഴത്തേക്കിനും ഫുൾ ഇങ്ങനെ ബാംഗ്ലൂർ പാലസിൽ പോയി, അതും ഫ്ലോപ്പായി. അത് കഴിഞ്ഞിട്ട് ഒന്നും എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ എന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച്. പിന്നെന്താണ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.